ധർമ്മസ്ഥല വിഷയത്തിലെ പുതിയ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം അല്ലെങ്കിൽ പുതിയ വഴിത്തിരിവുകൾക്ക് ശേഷം ലോറി ഉടമയായ മനാഫിനെ അദ്ദേഹം ഈ ധർമ്മസ്ഥല വിഷയത്തിൽ സജീവമായി ഇടപെടൽ നടത്തിയ ആളാണ്. അദ്ദേഹത്തെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് വിധേയമാക്കി 3 ദിവസം അദ്ദേഹം അന്വേഷണത്തിന് മുമ്പാകെ പോയി 4 ദിവസം കർണാടകത്തിൽ ചെലവഴിക്കുകയും ചെയ്തു. ഇപ്പോൾ മടങ്ങി കോഴിക്കോട് എത്തിയിരിക്കുന്നു. അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. എന്താണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോയപ്പോൾ അവിടെ സംഭവിച്ചത്? അല്ല, ഈ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളെന്നുള്ള നിലക്കാണ് എന്നെ ചോദ്യം ചെയ്യലിന് വിളിച്ചത്. നിർണായകമായ കുറച്ച് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ SITക്ക് മുമ്പാകെ കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് അന്വേഷണത്തിന് ഭയങ്കരമായിട്ടുള്ള ഹെൽപ്പ് ചെയ്യണ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വിഷയത്തിൽ ഇനി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ പല സ്ഥലത്തും ഞാൻ വായിക്കാനും കേൾക്കാനൊക്കെ ഇടയായി. അറസ്റ്റ് ചെയ്തിക്കണ്, ഭീകരമായ മർദ്ദനം ഏറ്റിട്ടുണ്ട്, അന്വേഷണത്തിന്റെ ഇതിൽ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് ഒന്നുമില്ല. ഇതൊരു തികച്ചും സൗഹാർദ്ദപരമായ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണമാണ് ഉണ്ടായത്. പിന്നെ ഈ 3 ദിവസം തുടർച്ചയായിട്ടുള്ള അന്വേഷണം ഉണ്ടായിട്ടില്ല. കുറച്ചു നേരം അന്വേഷിക്കും, പിന്നെ അതിനുശേഷം അവർക്ക് വേറെയും പല ജോലികളുണ്ട്. ഇതിന്റെ ഇടയിലൊക്കെ അവർ തെരച്ചിലിനും പോകുന്നുണ്ട്. ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ മാതിരിയ എല്ലാ ചാനലുകാരും അവിടെ ഇല്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ചാനലിൽ പോലും ഇല്ല. അപ്പൊ അതിന്റെ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പല വാർത്തകളും പൊതുസമൂഹത്തിലേക്ക് എത്തുന്നില്ല. അതാണ് അതിന്റെ സത്യാവസ്ഥ. എത്തുകയാണെങ്കിൽ തന്നെ ചില മാധ്യമങ്ങളിൽ ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങൾ സത്യസന്ധമായിട്ട് അവർ കൊടുക്കണില്ല. അതൊരു വലിയ പ്രയാസമാണ്. എന്തുകൊണ്ട് അത് കൊടുക്കണില്ല എനിക്കറിയില്ല. അതിന്റെ പിന്നിലുള്ള അജണ്ട എന്താന്നുള്ളത് ന്യൂസ് 18 പോലെയുള്ള സത്യസന്ധമായിട്ട്, അതുകൊണ്ടാണ് ഞാൻ താങ്കളുമായിട്ട് സംസാരിക്കാൻ ഇത്രയും ഒരു പ്രയത്നം നടത്തുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണോ നടക്കുന്നത് അത് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്, നിങ്ങൾ കൊടുക്കുന്നുണ്ട്. മറ്റ് മാധ്യമങ്ങൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള ഞാനൊരു 20 മിനിറ്റ് സംസാരിച്ചതിൽ 2 മിനിറ്റോ 3 മിനിറ്റോ എന്തെങ്കിലും ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് വെറും 2 മിനിറ്റ് 3 മിനിറ്റിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അതെന്താവുകയാണ് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണക്ക് വഴിയൊരുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരച്ചിലിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം കെട്ടുകഥയാണ്, ഇതൊക്കെ നിന്നുപോയി എന്നുള്ളതാണ്. ധർമ്മസ്ഥല വിഷയം നിന്നു പോയിട്ടില്ല. ഈ കൂട്ടക്കൊലപാതകത്തിന്റെ കാര്യങ്ങൾ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഇതിലേക്ക് ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സൗജന്യന്റെ അമ്മാവനും കൂടി കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പം ഒരു ഘട്ടം കഴിഞ്ഞ് ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യനെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മംഗലാപുരത്ത് ജയിലുണ്ട്. ഈ മംഗലാപുരത്ത് ജയിലിലേക്ക് മാറ്റാതെ ഷിമുഗയിൽ, എൻ്റെ നാടായ ഷിമുഗയിലുള്ള ജയിലിലേക്കാണ് കൊണ്ടുപോയി വെച്ചത്. ഇനി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാഗം ഇനി അടുത്ത ഘട്ടത്തിൽ തുടങ്ങും. ഇപ്പൊ ഉള്ളത് ഈ ഒരു സൗജന്യന്റെ അമ്മാവനുണ്ട്. അദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ടുള്ള തെരച്ചിലാണ്. ആ തെരച്ചിലിലും അസ്ഥികൾ കിട്ടുന്നുണ്ട്. ഇത് ഇവിടെ അവസാനിക്കുന്നെന്ന് പറയുന്നിടത്ത് എവിടെ അവസാനിക്കുന്നത്? ഇന്ന് ഞാൻ രാവിലെ ഒരു ബാംഗ്ലൂർ പോസ്റ്റ് പറഞ്ഞ ഒരു മാധ്യമം, ഈ വിഷയത്തിലെ ഏറ്റവും ആധികാരികമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു മാധ്യമമാണ് ബാംഗ്ലൂർ പോസ്റ്റ്. ബാംഗ്ലൂർ പോസ്റ്റിൽ വന്ന ഇന്നത്തെ ഇതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് യുദ്ധത്തിൽ കാണുന്ന മാതിരി പരന്നു കിടക്കുകയാണ് അസ്ഥികൾ എന്നതാണ് ആ മാധ്യമത്തിൽ കാണുന്നത്. അത്രമാത്രം ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താ പറഞ്ഞാൽ ഇതിന് പ്രാധാന്യം കൊടുക്കാതെ ചില ക്യാരക്ടറുകൾ, അതായത് ഇപ്പോൾ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ട്, ഇതിനെ പറ്റിയിട്ടൊക്കെ ഏത് പാളിപ്പോയ വിഷയങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് സംസാരിക്കുകയാണ്. അല്ലാതെ നേരിട്ടുള്ള ഇപ്പൊ എനിക്ക് കുറെ കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. അവിടെ നടന്ന യഥാർത്ഥ സംഭവങ്ങൾ ഞാൻ 4 ദിവസം കണ്ട കാര്യങ്ങളുണ്ടല്ലോ, അത് ഈ അന്വേഷണത്തിനൊരു ദോഷം ചെയ്യുന്നുള്ളത് കൊണ്ട് എനിക്ക് പലതും പറയാൻ പറ്റൂല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും, അന്വേഷണ ഉദ്യോഗസ്ഥര്, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥര് എസ്പെഷ്യലി സത്യസന്ധതയിലും ആത്മാർത്ഥതയുടെ കാര്യത്തിൽ അടിപൊളിയാണ്. അവരുടെ സംസാരം പ്രവൃത്തിയും കാണുമ്പോൾ ഇന്നെ പോലെയുള്ള ഈ പോരാട്ടത്തിന്റെ പിന്നിൽ നിൽക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും ഭയങ്കര ഊർജം നൽകുകയാണ് ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് ഇന്നല്ലേ നാളെ ഈ വിഷയം സത്യം പുറത്തു വരും.
ഈ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ടോ? കാരണം ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് പറയുന്നു, സുജാത ഭട്ടിന്റെ കാര്യങ്ങൾ തെറ്റാണെന്ന് പറയുന്നു. അതുകൊണ്ട് താങ്കൾ ഈ വിഷയത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ഇടപെട്ടതാണ് എന്ന് മൊഴി നൽകി. ഇല്ല, ഞാൻ അങ്ങനത്തെ ഒരു മൊഴി നൽകിയിട്ടില്ല. ഇന്റെ വിഷയമല്ല ഞാൻ പറഞ്ഞു. ഈ സുജാത ഭട്ടിന്റെ കാര്യം തന്നെ ഈ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ ആളുകൾക്ക് അവരെ വന്നിട്ട് ഈ ഒരു അമ്മ ആവശ്യപ്പെട്ടതും അവരുടെ പ്രായവും അവരെ തലക്കുള്ള പരിക്കും അവർ പറഞ്ഞ കഥയും എല്ലാം വെച്ചിട്ട് ഇവരെ സഹായിച്ചു എന്നുള്ളതാണ്, ഇവരെ നിയമസഹായങ്ങൾ നൽകി എന്നുള്ളതാണ് ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ ആളുകൾ ചെയ്ത കാര്യം. അതിൽ ഞാനും പെടുമല്ലോ. അങ്ങനെയുള്ള അതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നാണ് ഇപ്പം മനസ്സിലാവുന്നത്. അത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഒരു പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ കുറെ ഇങ്ങനത്തെ ഫേക്ക് ആളുകളും വരും. നമുക്ക് അവരെ പൂർണ്ണമായിട്ട് അവരുടെ പൂർവ്വ ഹിസ്റ്ററിയും നമുക്ക് തെരഞ്ഞു പിടിക്കാൻ കഴിയൂല. അതൊരു തെറ്റ് തന്നെയാണ്. അതായത് സുജാത ഭട്ടിന്റെ മൊഴി വിശ്വാസത്തിലെടുക്കുന്നതിൽ നിങ്ങൾക്കും തെറ്റുപറ്റി? അതെ, എനിക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നത് ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ ആ ഒരു പോരാട്ടത്തിൽ നിൽക്കുന്നവർക്ക് വന്ന തെറ്റ്, അത് ഞാനും കൂടി അതിൽ ഭാഗമാണല്ലോ. അപ്പൊ ഞാൻ അടക്കമുള്ള ആളുകൾക്ക് ആ കാര്യത്തിൽ തെറ്റുപറ്റി. അതെങ്ങനെയാണ് അങ്ങനെ ഒരു തെറ്റ് പറ്റാൻ ഒരു സാഹചര്യം ഉണ്ടായത്? തീർച്ചയായിട്ടും അവരുടെ പ്രായം, അവരെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ അന്വേഷിക്കാൻ പോയില്ല എന്നുള്ളത് സത്യമാണ്. പിന്നെ അത് കൂടുതൽ അന്വേഷിച്ചില്ലാണ്. പക്ഷെ അതൊക്കെ ഒരു ചെറിയ വിഷയമായി. ഇവരൊന്നും അമ്മക്ക് നമ്മൾ കൊടുക്കണം, ഒരു അമ്മ പ്രായമായ ഒരു അമ്മക്ക് കൊടുക്കുന്ന പ്രാധാന്യം, മകളെ നഷ്ടപ്പെട്ട് അവരുടെ ആവലാതി കാണുമ്പോൾ നമ്മൾ എന്താക്കണം, അവരെ സഹായിച്ച്. അതുപോലെ സഹായിച്ച ആളുകളെ പറ്റി മറ്റുള്ളവർ പറയുന്നില്ല. ഇത് ഫോക്കസ് ചെയ്യാണ് ഈ വിഷയം. ഇല്ല, അവർക്കുണ്ടോ ഇല്ലെന്നൊക്കെ ഇനി SIT ആണ് പറയേണ്ടത്. അവർ നിലവിൽ ഇപ്പോഴും ഓരോ കേസ് നിന്നുകൊണ്ട് നിൽക്കുകയാണ്. അവരെ SIT ഒരിക്കലും SITക്ക് അത് കളവായിട്ട് തോന്നിയിട്ടില്ല. അത് വേറെ വിഷയം, അത് പ്രത്യേകം നോക്കണം. SIT അങ്ങനെ, അഥവാ SITന് ഇത്ര വലിയൊരു തെറ്റിദ്ധരിപ്പിക്കല്, SITയിലെ ആദ്യത്തെ കേസുമാണത്, ചെറിയ കാര്യമല്ല. ആ കേസിൽ ഈ അമ്മ തെറ്റാണെന്ന് SITക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് ആ അമ്മ അറസ്റ്റ് ചെയ്യപ്പെടും. SITയിൽ ഇപ്പൊ കുറ്റം ചെയ്ത കുറെ ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്യാതെ നിന്നിട്ടൊന്നുമില്ല. അതൊക്കെ പുറത്തു വരേണ്ട വിഷയമാണ്. അതില് പല ആളുകളും പെടുന്നുണ്ട്. എല്ലാത്ത വിഷയങ്ങൾ ആ അമ്മ ഇപ്പോഴും അമ്മന്റെ കാര്യത്തിൽ അവര് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ആ വിഷയം. ഈ ശുചീകരണ തൊഴിലാളിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അദ്ദേഹം കൊണ്ടുവന്ന ഈ തലയോട്ടിയൊക്കെ അത് വേറെ ആൾ എത്തിച്ചതായിരുന്നു. അതെന്താണ് അതിൽ സംഭവിച്ചിരിക്കുന്നത്? അത് അങ്ങനെയല്ല. ആ തലയോട്ടി അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് വേറെ ആളാണ്. അദ്ദേഹം എടുത്തതല്ല. പക്ഷെ ഇതേ സ്ഥലത്ത് നിന്ന് തന്നെ എടുത്തത്. അത് എടുത്തത് ഈ ഒരു സുജാത സൗജന്യന്റെ അമ്മാവനേനും. സൗജന്യന്റെ അമ്മാവന് അതിന്റെ ബാക്കി തലയോട്ടിന്റെ ഭാഗം ഇവിടുന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് നോക്കണം, അത് പറയുന്നില്ല. നമ്മളെ ഈ മാധ്യമത്തിൽ വരുമ്പോ എന്താണ്, ശരിയാണ്, അത് അങ്ങനെ എടുക്കാൻ പാടില്ല, അതൊരു സിവിലിയൻ എടുക്കാൻ പാടില്ല, അതൊരു ഉദ്യോഗസ്ഥന്മാര് പോലീസ് സംവിധാനം എടുക്കേണ്ട അസ്ഥി സ്വയം എടുത്ത് എന്നുള്ളതാണ് തെറ്റ്. അതിന്റെ മുകളിൽ വരാവുന്ന കേസ് നമ്മൾ ഏറ്റെടുത്ത് അനുഭവിക്കണം, അത്രേ ഉള്ളൂ. പക്ഷേ ആ അസ്ഥിയും ഇതേ സ്ഥലത്ത് തന്നെ എടുത്തത്, അതിന്റെ ബാക്കി ഭാഗങ്ങൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ട് കൊടുക്കണില്ല ചാനലുകാര്? അത് കൊടുക്കണം. അത് വേറെ എവിടുന്നെങ്കിലും അതിനെപ്പറ്റി പ്ലാസ്റ്റിക്കിന്റെ തലയോട്ടിയാണ് പറഞ്ഞത്. അത്രയൊക്കെ മണ്ടന്മാരാണോ ഈ ആളുകളൊക്കെ? അല്ലല്ലോ, അത് ഒറിജിനൽ തലയോട്ടി, അത് അവിടുന്ന് തന്നെ കിട്ടിയത്. പക്ഷെ ആള് എടുത്തു കൊടുത്തത് വേറെ ആളാണ്. അതാണുള്ള പ്രശ്നം. അപ്പൊ അതല്ലാതെ അവിടുന്ന് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കണം. പോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ശുചീകരണ തൊഴിലാളി ചിന്നയ്യ വേറെ സ്ഥലത്ത് നിന്ന് അസ്ഥികൾ എടുത്തു കൊടുത്തിട്ടുണ്ടല്ലോ, മണ്ണ് കുഴിച്ചിട്ട്. ചിന്നയ്യ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ചിന്നയ്യ ചെയ്ത തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടതിയിലേക്ക് 164 കൊടുക്കാൻ വേണ്ടി പോണ സമയത്ത് ബാഗിലൊരു തലയോട്ടി ആയിട്ട് പോയി. ആ തലയോട്ടി യഥാർത്ഥത്തിൽ എടുത്തത് ഈ ഇവിടെ നിന്ന് തന്നെ ബംഗ്ലാഗുഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് എടുത്തത്. വേറെ തെറ്റൊന്നും അതിലില്ല, അത് കൃത്യമായ കാര്യമാണ്. പക്ഷെ അത് എടുത്തു കൊടുത്തത് എന്താ പറഞ്ഞാൽ സിവിലിയൻസ് തൊടാൻ പാടില്ലാത്ത വിഷയം തൊട്ട് ആ ഒരു കേസാണ് ഇപ്പൊ ഉണ്ടാവുക. ആ കേസിനെ യഥാർത്ഥ സത്യത്തെ മറച്ചു വെക്കാൻ കഴിയില്ല. യഥാർത്ഥ സത്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചിന്നയ്യ അവിടെ കുഴിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് കുഴിച്ചിട്ടതാണെന്ന് തെളിയിക്കാൻ ഒരുപാട് ആളുകൾ, സാക്ഷികൾ വേറെ ഉണ്ട്. ചിന്നയ്യ കുഴിച്ചിട്ടത് കണ്ട ആളുകൾ ഇഷ്ടംമാരുണ്ട്. അതുപോലെ തന്നെ ഈ ചിന്നയ്യ അവിടെ ജോലി ചെയ്തതും അവിടെ സുപരിചിതനാണെന്നുള്ളതും എല്ലാവർക്കും അറിയാം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ചോദ്യം ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞാല് ഈ വിഷയത്തോടനുബന്ധിച്ച് എന്റെ സാമ്പത്തിക സ്ഥിതി അന്വേഷണത്തിന്റെ ഭാഗമാക്കി നോക്കി, ഫുൾ ക്ലിയർ ആണ്. പല
BJP ഹാൻഡിലുകൾ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചത് ഇതിന്റെ പണം ഞാനാണ് കൊടുക്കണെന്നുള്ള സന്തോഷമുണ്ട്. ഇത്രയൊക്കെ പണം ഉണ്ട് എന്ന് ജനങ്ങൾ ചില ആളുകളെങ്കിലും വിചാരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ശിരൂരിലെ കാര്യം ചോദിച്ചോ? ശിരൂരിലെ കാര്യം ചോദിച്ചു. ശിരൂരിൽ എനിക്ക് ഏകദേശം ഒരു 10 കേസുകളും ഉണ്ട്. അപ്പോ ആ ചെറിയ ചെറിയ കേസുകളാ. അന്ന് അവിടെ സമരം ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് കേസുകളൊക്കെ വരുമല്ലോ. ആ കേസുകളാ അതൊക്കെ ഞാൻ പലവട്ടം ഞാൻ ശിരൂരിലെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അവര് പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല ഈ ഒരു സമയത്ത് അത് പൊന്തി വരികയാണ്. കഴിഞ്ഞ 2 മാസം മുന്നേ ആണ് ഉടുപ്പിയിൽ എനിക്കെതിരെ കേസ് ഉണ്ടായിരുന്നത്. എന്താ കേസ്? ഞാനൊരു ലൈക്ക് അടിച്ചതാ. 3 മില്യൺ ആളുകൾ കണ്ട ഒരു ഫേസ്ബുക്ക് വീഡിയോയില് 23,000 ലൈക്കിൽ ഒരു ലൈക്ക് ഞാനും അടിച്ച്. എന്തായിരുന്നു വീഡിയോ ഒന്നുമില്ല, ഒരു ഹാസ്യാത്മകമായിട്ട് ഒരു അവതരണ ശൈലിക്കാണ് ഞാൻ ലൈക്ക് അടിച്ചത്. അതിലെ കണ്ടന്റ് ഇത്രേ ഉള്ളൂ. ഇതേമാതിരി തന്നെ ഞങ്ങളെല്ലാവരും ആരോപിക്കുന്ന മാതിരി തന്നെ ധർമ്മസ്ഥല എന്ന് പറഞ്ഞ സ്ഥലത്ത് ശുചീകരണ തൊഴിലാളി പറഞ്ഞ മാതിരി തന്നെ 106 ശവങ്ങൾ കിടക്കുന്നുണ്ട്, കുഴിച്ചിട്ടുണ്ട്. ആ കാര്യം പറഞ്ഞെന്നുള്ളൂ. ഞാൻ അതിന് ലൈക്ക് ഇട്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 23,000 ആൾക്കാരെ വിളിക്കണം ഇവര്. പകരം ഇന്നെ മാത്രം എന്താക്കുകയാണ് പറഞ്ഞാല് ഫേസ്ബുക്കിൽ ആരാ ലൈക്ക് ഇട്ടത് ഓരോ വ്യക്തിപരമായി കാണാൻ പറ്റുമല്ലോ. അപ്പൊ അതിൽ എനിക്കെതിരെയുള്ള കേസ് അതാണ്. പക്ഷെ ആ കേസിന് ശരിക്കും ജാമ്യമുണ്ട്. പക്ഷെ എനിക്കത് ജാമ്യം തരാതെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഇതാണ്. അങ്ങനെ ഒരു എന്താ പറയാ ഒരു ലൈക്ക് ഇട്ടതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ. നമ്മളൊരു ന്യായത്തിന്. എന്നിട്ട് താങ്കൾ ഉടുപ്പിയിൽ പോവാഞ്ഞത്? ഉടുപ്പി പോയാൽ ഇങ്ങനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി ഞാൻ 3-4 ദിവസമായി അവിടെ നിൽക്കുന്നത്. നമ്മൾ ഒരിക്കലും 4 ദിവസത്തോളം SITന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും എന്നുള്ള ഇതില്ല. പിന്നെ രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ കർണാടകയില് ഉടുപ്പിയിലുള്ള കേസാണ്. ഇതിന് ജാമ്യത്തിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ കർണാടക സ്വദേശികളായ 2 പേരെ, എന്റെ നാട് സാഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കർണാടകയിൽ, അത് ഉടുപ്പിയും തമ്മിൽ ഒരുപാട് ദൂരം വ്യത്യാസമുണ്ട്. അപ്പൊ എനിക്ക് പരിചയമുള്ള ആളുകളെ കൊണ്ടുപോയി നിയമപരമായി നേരിടുക ഒന്ന്, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അവര് ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്യട്ടെ. വേറെന്താ, ഞാൻ ഒരു സത്യത്തിനും വേണ്ടിയിട്ട് നിന്ന ആളാണ്. പോവില്ല, എവിടെയും പോവില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി അതും ഞാൻ പോവും. 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി പറഞ്ഞു. SIT തന്നെ പറഞ്ഞു ഉടുപ്പിത്തെ കേസിന് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ. അതൊന്നും അത്ര കാര്യം. ഈ കാള പറ്റുമെന്ന് കേട്ടപ്പോൾ കയറെടുത്താണ് പ്രശ്നം എന്നാണ് വിമർശനങ്ങൾ വരുന്നത്. അങ്ങനെ ഒരു അബദ്ധം പറ്റിയതായി കരുതുന്നുണ്ടോ? ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ടിയിരുന്നില്ല, ഇങ്ങനെ പറ്റുന്ന കേട്ടപ്പോൾ തന്നെ കയറുവായി കേരളത്തിൽ നിന്ന് ധർമ്മസ്ഥലയിലേക്ക് പോകേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ ഇതൊരു ദൈവ നിയോഗമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനായിട്ട് ഇതിൽ കയറി ഇടപെട്ടതല്ല. എന്നെ ദൈവം തെരഞ്ഞെടുത്തതാണ് ഈ വിഷയത്തിൽ. കാരണം ഞാൻ എന്തുകൊണ്ട് എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു ഡിറ്റർമിനേഷന്, ത്യാഗങ്ങള്, എന്താ പറയാ, ഇതിന് മാനസികമായി ഒരു പ്രാപ്തനായ ആളുകൾക്ക് ഇതിൽ എന്താ പറയാ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള ആളുകൾ പതറിപ്പോവും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാനസികമായിട്ട് നല്ല സ്ട്രെങ്ത് ഉള്ള ആളാണ് ഞാൻ ഒന്നിലും പതറാറില്ല. ഇപ്പം തന്നെ ഞാൻ നൗഷാദ് തെക്കയിലും അൽബാബും 3 പേര് മാത്രമാണ് ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്തേക്ക്. പല ആളുകൾ പറഞ്ഞ് ധർമ്മസ്ഥലയിൽ നീ ഇനി കാല് കുത്തൂല. 4 ദിവസം നമ്മൾ സുഖമായിട്ട് അവിടെ നടന്നു, ഒരാളും നമ്മളൊന്നും ചെയ്തിട്ടില്ല. അങ്ങാടിയിൽ നടന്ന് ഭക്ഷണം കഴിച്ചത് അവിടുന്ന്. കൊല വിളിക്കും എന്ന് പറഞ്ഞ ആളുകൾ കുറെ ഉണ്ടായിരുന്നു. എവിടെ പോയി എന്നറിയില്ല. ഇവരൊന്നും ആരും ചങ്കൂറ്റ അത്ര കാണിച്ചിട്ടില്ല ആവശ്യത്തിൽ. ഞാൻ പറയുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിരന്തരം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 72 ദിവസം മാനസികമായിട്ട് അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരാൾക്ക് ശിരൂരിൽ നിൽക്കാൻ കഴിയുള്ളൂ. ഞാൻ ഒട്ടാകെ 76 ദിവസത്തോളം ശിരൂരിലുണ്ടായിരുന്നു. 72 ദിവസം അർജുനെ കിട്ടിയതും പിന്നെ പോസ്റ്റ്മോർട്ടം മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക സ്ട്രെങ്ത് ഉണ്ടാവണം നമുക്ക് ഒരു പോരാട്ടം നിൽക്കും. ഈ ധർമ്മസ്ഥല വിഷയത്തിൽ ദൈവം എന്നെ നിയോഗിച്ചത് ഞാൻ ഇതിന്റെ അവസാനം വരെ ഉണ്ടാവും. ഒരിക്കലും പ്രശ്നം അതല്ല. ധർമ്മസ്ഥല പോലൊരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രം, താങ്കൾ കോഴിക്കോട് നിന്നാണ് പോകുന്നത് ആ വിഷയത്തിൽ ഇടപെടാൻ. കർണാടകനല്ല, ആ സ്ഥലവുമായി വേറെ ബന്ധമൊന്നുമില്ല. ഒരു സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുന്ന ഒരു ഇതര മതസ്ഥൻ കൂടെയാണ്. താങ്കൾ എന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ ഇടപെട്ടത്? സാറിന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാണ്. ഞാൻ 100% ഒരു മലയാളി എന്ന് പറയാൻ പറ്റൂല. ഞാൻ വളർന്നതും പഠിച്ചതും ഒക്കെ കർണാടകയിൽ ഈ ധർമ്മസ്ഥലയിൽ നിന്ന് അധികം ദൂരം ഇല്ലാത്ത സ്ഥലത്തായ സാഗറിലാണ് ഞാൻ പഠിച്ചത്. എന്റെ പിതാവ് അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. സ്റ്റേറ്റ് മൈനോറിറ്റി കോൺഗ്രസിന്റെ മൈനോറിറ്റി വിഭാഗത്തിന്റെ ചെയർമാനായിരുന്നു. അതുപോലെ തന്നെ ജനതാദൾ JDSന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. ഇത്തരം വലിയ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു ഫാമിലിയിൽ ഒരു വാപ്പന്റെ മകനാണ് ഞാൻ. ഈ അടുത്ത കാലം വരെ വോട്ട് ചെയ്തത് പോലും കർണാടകയിലാണ്.
പിന്നെ ഞാൻ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇടപെട്ടു അതാണ് അതന്നെ ഇടപെടാൻ പറ്റില്ല. എന്തുകൊണ്ട് ഇടാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കഴിഞ്ഞ കുറച്ചായിട്ടുള്ളൂ ഞാൻ ഇങ്ങോട്ടേക്ക് എന്റെ വോട്ട് വരെ മാറ്റിയിട്ട്. അതുവരെ ഞാൻ കർണാടകയിലാണ് വോട്ട് ചെയ്ത്. അതുപോലെ SITന്റെ കയ്യിലുണ്ട് ആ തെളിവുകളും. എന്റെ നാട്, എന്റെ വീട് സാഗറിൽ, നമ്മള് 2 വീട് സാഗറിലുണ്ട്, തോട്ടമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ എന്താ പറഞ്ഞാൽ കർണാടകന്റെ മകനാണ് എന്നാണ് കന്നഡ ചാനലിൽ തന്നെ എന്നെ പറ്റിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ വിഷയം, ഇതൊരിക്കലും ഒരു മതവിഭാഗത്തിന്റെ പോരാട്ടമല്ല. ഇതിന് എന്താക്കുകയാണെന്ന് പറഞ്ഞാൽ ഇത് ഈ 2012 മുതൽ ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കണ ഈ 2025 വരെ ഈ പോരാട്ടത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് നിന്ന പോരാട്ടം. പക്ഷെ ഇവർക്ക് ഇപ്പോഴാണ്, ഞാൻ അതിന്റെ ഭാഗമായ സമയം മുതൽക്കാണ് എന്താവുന്നത്, ഈ പോരാട്ടത്തിന്റെ ഒരു ദിശ തന്നെ മാറുന്നത്. അതാണ് ഇന്നെ ഈ വിഷയത്തിലേക്ക് ഇപ്പൊ SIT വിളിപ്പിക്കാനും കാരണം. താങ്കളാണ് ഈ മാധ്യമങ്ങളെ കൊണ്ടുവന്നതും, താങ്കളാണ് ഇത് പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവന്നതും, ഇതൊക്കെയാണ് എന്റെ എതിരെയുള്ള ഒരു അലിഗേഷൻ. പക്ഷെ എന്തുകൊണ്ട് കൊണ്ടുവന്നൂടാ? ഒരു ചെറിയ ഗ്രാമത്തിൽ, എനിക്ക് ഇദ്ദേഹം പറയാനുള്ളത്, ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ കുറേ പെൺകുട്ടികൾ, ഞാൻ പേര് പറയാം, വേദവല്ലി, പിന്നെ പത്മലത, പത്മാവതി, ലക്ഷ്മി, യമുന, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ പെണ്ണുങ്ങൾ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ട്, കൊലപാതകം കാണുന്നുണ്ട്. പ്രതികളെ ഒരാളെ പിടിച്ചിട്ടില്ല. അവിടെ പ്രതികളെ പിടിച്ച ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് എനിക്ക് നിങ്ങൾ സാറ് കാണിച്ചു തരാണെങ്കിൽ ഞാൻ ഈ വിഷയത്തിന് പിന്മാറാം. ഒരു ഗ്രാമത്തിൽ ഇത്രയും വലിയ കൊലപാതകങ്ങൾ നടക്കുക, പക്ഷെ പ്രതികളെ പിടിക്കുന്നില്ല. ആകെ സൗജന്യന്റെ വിഷയത്തിൽ ഒരു പ്രതിനെ പിടിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ, 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ, അത് അയാൾ നിരപരാധിയാണ് പറഞ്ഞാൽ അയാളെ വെറുതെ വിട്ട്. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടി, ചില ആളുകൾ പറയുന്നുണ്ട് അവിടെ ആത്മഹത്യ ചെയ്യാനായിട്ട് വരുന്ന സ്ഥലമാണ്. ഇപ്പൊ ഈ പോരാട്ടം തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു 1.5 മാസം ആയല്ലോ, പോട്ടെ 2 മാസമായി ഇതിന്റെ ടോട്ടല് സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ തുടങ്ങിയിട്ട്. SITന്റെ ഈ 164 ഒക്കെ മൊഴി കൊടുത്ത പ്രകാരം നിങ്ങളറിവിലോ ഇനി പ്രേക്ഷകരുടെ അറിവിലോ ഒരാൾ പോലും എന്റെ അച്ഛൻ അവിടെ പോയിട്ട് ആത്മഹത്യ ചെയ്തതാണ്, ഞാൻ എന്റെ അച്ഛനെ ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിക്കണോ? എന്റെ അറിവിലില്ല. നിങ്ങളെ അറിവിലുണ്ടെങ്കിൽ എന്നെ അറിയിക്കേണ്ടി. കാരണം എന്ന് പറഞ്ഞാൽ അതുപോലും ഇല്ല. പക്ഷേ എന്റെ അച്ഛൻ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇല്ല എന്റെ പെങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്റെ മകളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമായ ഒരാൾ വന്നിട്ട് ഇപ്പം മുന്നേ വരാൻ പേടിയേനും. ഈ പോരാട്ടം ഒരാളല്ലെങ്കിൽ ഒരാൾ ഇത് നയിച്ചും കൊണ്ട് നിൽക്കുന്നതിനോണ്ട് എന്താവുകയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ധൈര്യം വരുന്നുണ്ട് പല ആളുകൾക്കും. അതാണ് ഇപ്പൊ എന്താവുന്നത്, ഈ അക്രമം ഇന്നെ പോലെയുള്ള ആളുകൾക്കെതിരെയും നമ്മളെ ഈ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക ആക്ഷൻ കമ്മിറ്റിക്കെതിരെയും ഒക്കെ വരുന്നതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആളുകൾക്കൊരു ധൈര്യം വന്നു. ഇത് ഇത്രയേ ഉള്ളൂ, ഇവരൊന്നും പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. താങ്കൾക്ക് അവിടെ ഇടപെടാൻ, അവിടെ ക്ഷേത്രത്തിലെ ആചാരങ്ങളെ കുറിച്ച് അറിയുമോ? അവിടെ പ്രതിഷ്ഠ ആരുടെയാണെന്നെങ്കിലും താങ്കൾക്ക് അറിയാമോ എന്നാണ്. അല്ല, അതൊക്കെ എനിക്കറിയട്ടോ. ഇനി അതും പറഞ്ഞേക്കാം, പ്രതിഷ്ഠ ശിവന്റേതാണ്. ആ അമ്പലത്തിൽ ഞാൻ എന്റെ അച്ഛന്റെ കൂടെ പോയിട്ട്, ഞാൻ എന്റെ വാപ്പന്റെ കൂടെ പോയി നമ്മളും ഭക്ഷണം കഴിച്ചതാണ്. അവിടെ കർണാടകയിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു നോർമൽ ആണെന്നും അറിയാം. പക്ഷേ ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കുക, ഇത് അമ്പലമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. അതാണ് ഇതിനെ എങ്ങനെ നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഇത് അമ്പലമായിട്ട്, അമ്പലം എവിടെ കിടക്കണേ? 3 കിലോമീറ്റർ അപ്പുറത്താ കിടക്കണേ. ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ആരോപണങ്ങളാണെന്നാണ്. ഇല്ല, തെറ്റാണ്. ക്ഷേത്രമായിട്ട് ഒരു ബന്ധമില്ല. ഒരു പുണ്യസ്ഥലമാണ് ആ മേഖല മൊത്തം. ഈ ഭൂമി മൊത്തം പുണ്യസ്ഥലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് കളങ്കപ്പെടുത്താൻ ഈ ഭൂമിയിൽ ആര് കളങ്കപ്പെടുത്താൻ നോക്കുന്നുണ്ടോ അതിനെതിരെയാണ് ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നത്. അമ്പലം 3 കിലോമീറ്റർ അപ്പുറത്താ കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ സ്ഥലങ്ങളിൽ, ഇതൊരു കാട്ടിലാണ് നടക്കുന്ന ഈ വിഷയങ്ങൾ. അവിടെ ഒരു പുണ്യ അമ്പലം ഉണ്ട്, ആ അമ്പലത്തിന് ഒരു കേടുമില്ല, ഒരു തെറ്റുമില്ല. അവിടെ ആ അമ്പലത്തിന് ആരും പറയുന്നില്ല. പക്ഷെ നിങ്ങളെങ്കിലും സത്യസന്ധമായ മാധ്യമ പ്രവർത്തകരെങ്കിലും മനസ്സിലാക്കുക, ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നു ഇത് അമ്പലമായിട്ട് ബന്ധമില്ല. പക്ഷെ എന്താ, ഈ അമ്പലത്തിനെ കൊണ്ടുവന്നിട്ട് പ്രതിരോധിക്കുകയാണ് ഈ വിഷയം നടക്കുന്നത്. അല്ല, അമ്പലമായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ സാറിന്റെ കൂടെ വരാൻ തയ്യാറാണ്. അമ്പലത്തിൽ നമുക്ക് 2 പേർക്കും പോവാം. എനിക്ക് എത്ര വരെ എത്താൻ പറ്റും അമ്പലത്തിന്റെ ഉള്ളിലേക്ക്, അതുവരെ ഞങ്ങളെ കൂടെ വരാം. ഞാനും ആ എന്താ പറയാ, ഹിന്ദു ആചാരത്തിനെ ബഹുമാനിക്കുന്ന ആളാണ്. സത്യത്തിൽ ഞാൻ ആരാന്നുള്ളത് കൃത്യമായിട്ട് അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഈ ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകളെ താങ്കൾ ഇപ്പോഴും
വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം ചില പിഴവുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളെ പൂർണ്ണമായും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിലൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ വിശ്വസിക്കാതെക്കാൻ കാരണം കാണില്ല. ഞാൻ 6 നമ്പറിന്ന് മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്, 11A കിട്ടിയിട്ടുണ്ട്, അല്ലാത്ത 2-3 സ്ഥലത്തും കൂടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് രഹസ്യമായ ഒരു വിവരം. ഇതൊക്കെ SIT ഒരു ദിവസം പുറത്തു വിടുമ്പോൾ പക്ഷെ അവരെന്താണ് സ്ഥിരീകരിക്കാതെ ഇത്തരം കിട്ടിയതായിട്ടോ ഫോറൻസിക് പരിശോധന നടക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് സ്ഥിരീകരിക്കുന്നില്ല? സ്ഥിരീകരിക്കാൻ പറ്റൂല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് SITക്ക് മാധ്യമങ്ങളെ കാണാനുള്ള അനുവാദമില്ല. ഒന്ന്. രണ്ടാമത്തത് ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കിട്ടാൻ തുടങ്ങുമ്പോഴാണ്. ഇന്നലെ ഞങ്ങൾ അവിടെ ഉള്ളപ്പോൾ അവിടെ അടിപിടി നടന്നു. ഞങ്ങൾ അവിടെ ഇല്ലേനു, നമ്മൾ SITന്റെ ഉള്ളിലാണ്. ധർമ്മസ്ഥലയിൽ ഈ തെരച്ചിലിന് പോയല്ലോ. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും നിൽക്കുമ്പോഴാണ് SITന്റെ മെയിൻ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂടി തെരച്ചിലിന് പോയത്. ഈ പോയ സമയത്ത് അവിടെയുള്ള ഡി ഗാങ് മാധ്യമ പ്രവർത്തകരായ യൂട്യൂബേഴ്സായ ആളുകളായിട്ട് അടിപിടി ഉണ്ടായി. നിങ്ങൾ ന്യൂസ് 18ന്റെ കന്നഡ ചാനലിലുണ്ടല്ലോ. അവിടെ നിരന്തര അക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ഒന്നും കിട്ടണില്ലെങ്കിൽ അനുവദിക്കൂ തരാന്. അതല്ലേ വേണ്ടിയത്? അതാണല്ലോ വേണ്ടിയത്. അതല്ല അവിടെ നടക്കുന്നത്. അവിടെ കാര്യങ്ങൾ കൂടുതൽ പ്രതികളിലേക്ക് എത്തണമെന്ന് തോന്നുമ്പോഴാണ് ഈ അക്രമങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നൊരു ആശങ്ക താങ്കൾക്കുണ്ടോ? ഈ ഒരു വശത്ത് തെളിവുകൾ കിട്ടിയെന്ന് പറയുന്നു, അസ്ഥികൂടങ്ങൾ കിട്ടിയെന്ന് പറയുന്നു, പക്ഷെ മറുവശത്ത് ഇതേക്കുറിച്ച് പരാമർശമില്ല. ശുചീകരണ തൊഴിലാളിയെ ആണ് കസ്റ്റഡിയിലാവുന്നത്, താങ്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. ഇതൊരു അട്ടിമറിയിലേക്ക് നീങ്ങുന്നുവെന്ന് കരുതുന്നുണ്ടോ? അല്ല, അത് അട്ടിമറിയിലേക്ക് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് അട്ടിമറി ആവുമോ എന്നുള്ളത്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെ ചോദ്യം ചെയ്യുന്നത് ഇന്റെ കഴിഞ്ഞ കൊല്ലം മല ഇടിഞ്ഞിട്ട് എന്താ പറയാ അതിൽ മണ്ണിൽ ഒലിച്ചു പോയതാണ് ഇന്റെ ലോറി. എന്നിട്ട് പോലും ഇവിടുത്തെ സംഘികൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടല്ലോ, അർജുനെ മനാഫാണോ കൊന്നത് എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരെ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതെന്താ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇന്റെ മാനസിക തകർക്കാൻ നോക്കുന്ന ഒരു പല കാര്യങ്ങളും അവിടെ ചോദ്യം ചെയ്യലുണ്ടാവും. അത് സ്വാഭാവികമാണ്. പക്ഷെ അത് വിചാരിച്ചിട്ട് ആ ഉദ്യോഗസ്ഥരൊന്നും മോശമല്ല. പക്ഷെ ഞാൻ ഇതിനെ അട്ടിപ്പറിക്കപ്പെടും എന്ന് വിചാരിക്കുന്നില്ല. എനിക്ക് ആദ്യമൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരായിട്ട് ഇതേമാതിരി ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു ഇന്നലെ. എനിക്ക് ഓരോ മേലില് അഭിമാനം തോന്നുന്നു. അതിലൊരു മലയാളി ഉദ്യോഗസ്ഥനുണ്ട്. മലയാളി അല്ല, നല്ല മലയാളം പറയും. ഞാൻ ആ മനുഷ്യനൊക്കെ ഞാൻ എന്താക്കി പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫി എടുക്കാൻ ജീവിതത്തിൽ തോന്നിപ്പോയ ഒരാളാണ് ആ ഉദ്യോഗസ്ഥന്. ജീവിതത്തിൽ എനിക്ക് ആരോടും സെൽഫി എടുക്കാൻ തോന്നിയില്ല. ശ്രീ നൌഷാദ് തക്കീൽ, ഈ താങ്കളും ഒപ്പം പോയിരുന്നു, അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഭീഷണിയുടെ അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ ജനങ്ങൾക്ക് മൊത്തത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ ആശങ്കയും ഒരു പേടിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളവിടെ മാധ്യമപ്രവർത്തകരോടൊക്കെ നമ്മൾ 3 ദിവസം അവിടെ നിന്നുകൊണ്ട് സംസാരിച്ചപ്പോൾ മറ്റു ചില ആളുകളും സംസാരിച്ചപ്പോൾ അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, അന്ന് പിന്നെ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയുടെ ഓഫീസിൽ ഞങ്ങൾ പോയത് ഈ പിന്നെ സംഘപരിവാർ ടീമുകൾ വലിയ വിഷയം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഈ സൗജന്യ ഇവിടെ കുടുംബത്തിനെ അവിടുത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സന്ദർശിച്ചു. എല്ലാവിധ പിന്തുണയും നൽകിയത് ഇവിടുത്തെ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ അവിടുത്തെ മാധ്യമങ്ങളിൽ വന്നതാണ് വിറ്റൽ ഗൗഡ എന്ന് പറഞ്ഞിട്ട് വിറ്റൽ ഗൗഡ സൗജന്യയുടെ അമ്മാവൻ ഒരുപാട് അസ്ഥികൂടങ്ങൾ കാണിച്ചു കൊടുത്തു, അത് SIT എടുത്തു എന്നുള്ള അവിടുത്തെ മാധ്യമങ്ങളിൽ ഞങ്ങൾ കണ്ടത്. ഞാൻ അവിടുത്തെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു. അപ്പോൾ അതൊന്നും ഇവിടെ വന്നിട്ടില്ല. ഇവിടെ നെഗറ്റീവായിട്ട് മനാഫിനെ ഏതെങ്കിലും രീതിയിൽ ക്രൂശിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവം. ഞാൻ ഉദാഹരണത്തിന് പറയാം, നമ്മൾ ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ നമ്മളൊരു നമ്പർ പുറത്ത് പബ്ലിഷ് ചെയ്തിരുന്നു, ആക്ഷൻ കമ്മിറ്റി. അതിൽ ഒരുപാട് കോളുകൾ വന്നിരുന്നു. അതിലൊരുപാട് ആളുകളെ കൊണ്ട് ഞങ്ങൾ തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനും അതേപോലെ തന്നെ കർണാടകയിലേക്കും പരാതിയായിട്ട് അയപ്പിച്ചിട്ടുണ്ട്. താമരശ്ശേരിയിൽ, കണ്ണൂര്. ഇപ്പോൾ അനീഷ് ജോയ് എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് അയാളെ കേസ് SIT പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ താമരശ്ശേരിയിലുള്ള ഒരു ചെറുപ്പക്കാരന് ഒരു ബസ് യാത്രയിൽ ഒരു ലേഡിയുടെ കൂടെ പോയതിന്റെ പേരിൽ അയാളെ ഇറക്കി മർദ്ദിച്ച ഒരു വിഷയം, അത് സംസ്ഥാന DGP, കേരളത്തിന്റെ സംസ്ഥാന DGP അവർ കൊടുത്തിട്ടുണ്ട്. കൂടെയുള്ള പെൺകുട്ടിയെ അന്വേഷിച്ചിട്ട് നമുക്കൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഞാനത് ഒരു ആശങ്ക ആയിട്ട് പറയാണ്, അല്ലാതെ എനിക്കതിന്റെ ഒന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല.
സാധിക്കില്ല. അപ്പൊ അത്തരത്തിലുള്ള കുറെ ഇൻസിഡന്റുകൾ നടന്നിട്ടുണ്ട്. അപ്പൊ SIT ആണ് ഇപ്പൊ നിലവിൽ നമുക്ക് ഇതിന്റെ ഒരു എന്ത് തരേണ്ടത്, ഒരു ക്ലാരിറ്റി തരേണ്ടത്. അത് സർക്കാർ അവരെയാണ് ഏൽപ്പിച്ചത്. അത് കാത്തു നിൽക്കുക എന്നതാണ് നമുക്കുള്ളത്. പിന്നെ ഈ ആശങ്കകൾ, പരാതികളിലൊക്കെ കഴമ്പുണ്ട് എന്നാണ് അവിടെ കുറെ ദിവസം നിന്ന ആൾ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ശ്രീ മനാഫ്, ഈ കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ താങ്കൾ പുറത്തുവിടും എന്ന് തന്നെയാണോ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്? അതോ പിന്നീട് ഈ പുറത്തുവിടൽ എന്നത് മാറി തെളിവുകളില്ല എന്നൊരവസ്ഥയിലേക്ക് വരുമോ? അങ്ങനെയൊന്നല്ല. ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തായാലും ഇപ്പൊ SITന്റെ ഓഫീസിന്റെ ഉള്ളില് 4 ദിവസം നിന്ന സ്ഥിതിക്ക് പല കാര്യങ്ങളും ഞാൻ കാണാനിടയായ പല കാര്യങ്ങളും അറിയണതുണ്ട്. പക്ഷെ ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അതൊന്നും പറയാൻ പറ്റില്ല. അത് കേസിനെ ബാധിക്കുന്ന വിഷയമുണ്ട്. ഞാൻ വരും ദിവസങ്ങളിൽ അതിനെ പറ്റിയിട്ട് പറയേണ്ട സമയം വരുമ്പോൾ അതിനെപ്പറ്റി എന്തായാലും പറയും ആ കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്കൊരു സന്തോഷമുള്ളത് എന്താണെന്ന് കഴിഞ്ഞാൽ, നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടിയിട്ട് പിറകെ പോയിക്കണോ അതിന് നമ്മൾ പരമാവധി വേട്ടയാടാൻ പല ആളുകളും ശ്രമിച്ചു. ഓക്കെ, അതൊക്കെ ആണെങ്കിൽ പോലും ഞാൻ പറയുന്ന സത്യമാണെന്ന് എനിക്കും കൂടി ബോധ്യപ്പെടാൻ ഒരു കാരണം ഉണ്ടായി SITയിൽ ഞാൻ ഈ 4 ദിവസം ചെലവഴിച്ചതിലൂടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും പറയുന്നത്, ഇത് സത്യം പുറത്തു വരും. അന്ന് ഇതെന്തായാലും വിജയിക്കും. SIT ഈ കാര്യങ്ങൾ പറയുന്നതോട് കൂടിയിട്ട് ഇതാവും. ഇവിടെ ഉള്ള BJP ബെൽറ്റ് പറയുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ, ഇത് NIAക്ക് വിടുന്നു. അവിടെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ വിടുന്നത്? NIAനെ കൂടി വെറുതെ മെനക്കെടുത്താന് ആവശ്യമില്ലല്ലോ. NIAക്ക് വിടാൻ പറയുന്നത്, NIA ആകട്ടെ ഇനിയുള്ള തെരച്ചിലുകളും ഈ കേസ് മൊത്തം NIAക്ക് ഏൽപ്പിച്ചു കൊടുക്കണം എന്നാ പറയുന്നത്. അതിന്റെ ആവശ്യം എന്താ? ഒന്നുമില്ലല്ലോ. അപ്പൊ അവരൊക്കെ പറയണത് ഇവിടെ ഒന്നുമില്ല, ഇത് കെട്ടുകഥയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇതേ BJPന്റെ കർണാടകയിലെ നേതാക്കന്മാർ മുറവിളി കൂട്ടുന്നുണ്ട് ഇത് NIAക്ക് വിടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഇത് NIA ഒന്നല്ലാതെ തന്നെ ഇപ്പൊ ഉള്ള ഉദ്യോഗസ്ഥര് കർണാടകയിലെ എണ്ണം പറഞ്ഞ ഉദ്യോഗസ്ഥരാ. അവരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കാര്യമാട്ടോ പറയണത്. ഈ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ട്രാക്ക് റെക്കോർഡ് സൂപ്പറാ. അതുകൊണ്ട് നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിശ്വസിക്കുക. അവർക്ക് ഇതിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും മറ്റുള്ള ബാഹ്യ ഇടപെടലുകളും നടത്താനേ അനുവദിക്കൂല. ചില തെറ്റിദ്ധരിപ്പിക്കലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ശക്തമായ തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് മനാഫുള്ളത്. അട്ടിമറിക്കപ്പെടില്ലെന്ന ഒരു പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും മനാഫ് പറയുന്നു.